Who do you think? Who does he think? Who do you think you are? നീ ആരാണെന്നാണ് നീ വിചാരിക്കുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നീ ആരാണെന്നാണ് നിൻ്റെ വിചാരം. ചിലരുടെ അഹങ്കാരമൊക്കെ കാണുമ്പോൾ നമുക്കങ്ങനെ ചോദിക്കാൻ തോന്നാറില്ലേ? Who do you think you are? Who do you think I am? എന്നായാലോ, ഞാൻ ആരാണെന്നാണ് നിൻ്റെ വിചാരം. Who do you think he is? അവൻ ആരാണെന്നാണ് നിൻ്റെ വിചാരം. യു എന്നത് മാറ്റി ദേ എന്നാക്കി നോക്കാം. Who do they think they are? അവർ ആരാണെന്നാണ് അവരുടെ വിചാരം. ഇങ്ങനെ നമുക്ക് ഐ, യു, വി, ദേ ഇവയുടെ ഒപ്പം ഡു തന്നെ ഉപയോഗിക്കാം. Who do I think? Who do you think? Who do we think? Who do they think? അങ്ങനെ. ഇനി ഹി, ഷീ ഒക്കെ ആണ് സബ്ജക്റ്റ് എങ്കിൽ ഉപയോഗിക്കേണ്ടത് ഹൂ ഡസ് എന്നാണ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. എക്സാമ്പിൾ, ഹൂ ഡസ് ഷീ തിങ്ക് ഷീ ഈസ്? അവൾ ആരാണെന്നാണ് അവൾ വിചാരിക്കുന്നത്. അവൾ ആരാണെന്നാണ് അവളുടെ വിചാരം. ഇവിടെ ഹൂ ഡസ് ഷീ എന്നാണ് ഉപയോഗിച്ചത്. ഷീ ആണ് അവിടെ സബ്ജക്റ്റ്. അപ്പോൾ ഉപയോഗിക്കേണ്ടത് ഡസ് എന്നാണ്. ഹൂ ഡസ് ഹീ തിങ്ക് ഐ ആം? ഞാൻ ആരാണെന്നാണ് അവൻ വിചാരിക്കുന്നത്. ഇനി നമുക്ക് വേറെ കുറച്ച് സെൻറ്റൻസസ് നോക്കാം. ഹൂ ഡു യു തിങ്ക് വിൽ സേവ് യു? ഇതിൻ്റെ മീനിങ്, നിന്നെ ആര് രക്ഷിക്കുമെന്നാണ് നീ വിചാരിക്കുന്നത്. സേവ് മീൻസ് രക്ഷിക്കുക. ഈ സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിക്കൂ. ഡു യു തിങ്ക് എന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഹു വിൽ സേവ് യു, ആര് നിന്നെ രക്ഷിക്കും എന്നാണ്. എന്നാൽ ഹു ഡു യു തിങ്ക് എന്ന് ചോദിക്കുമ്പോൾ നിന്നെ ആര് രക്ഷിക്കും എന്നാണ് നീ വിചാരിക്കുന്നത് എന്നായി. ഹു ഡു യു തിങ്ക് വിൽ ഹെൽപ്പ് യു? നിന്നെ ആര് സഹായിക്കുമെന്നാണ് നീ വിചാരിക്കുന്നത്. ഹു ഡു യു തിങ്ക് വിൽ കം വിത്ത് യു? നിൻ്റെ കൂടെ ആര് വരും എന്നാണ് നീ വിചാരിക്കുന്നത്. ഹു ഡു യു തിങ്ക് വിൽ സപ്പോർട്ട് യു? ആര് നിന്നെ പിന്തുണയ്ക്കും എന്നാണ് നീ വിചാരിക്കുന്നത്. സപ്പോർട്ട് മീൻസ് പിന്തുണയ്ക്കുക. ഇത്തരം സെൻറ്റൻസസ് ഉണ്ടാക്കുക, നന്നായി പ്രാക്ടീസ് ചെയ്യുക. എങ്കിലേ ആവശ്യം വരുമ്പോൾ ഇത്തരത്തിലുള്ള സെൻറ്റൻസസ് ഉപയോഗിക്കാൻ പറ്റൂ.